ഇവനെ ശരിക്ക് പഠിപ്പിച്ച മിടുക്കനായി വരും. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും കുഞ്ഞെ? കുഞ്ഞു മനസ്സ് വെച്ചാ 10-15 വർഷമായി ഞാൻ വീണ കൈകൊണ്ട് തൊട്ടിട്ട്. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കാലത്ത് എപ്പോ വന്നാലും ഈ വീട്ടിൽ നിന്ന് വീണയുടെ സ്വരം കേൾക്കുമായിരുന്നു. ഏതായാലും ഞാനൊരു കാര്യം ചെയ്യാം. കാലത്തും വൈകിട്ടും ഓരോ മണിക്കൂർ ഞാൻ ഇവനെ വീണ പഠിപ്പിക്കാം. നിനക്ക് വിശ്വാസമാകുന്നില്ല അല്ലേ? കൊച്ചമ്മ അങ്ങനെയൊന്നും ഒരു കാര്യം ഏക്കുന്നതല്ല. നിന്റെ യോഗം കൊണ്ടായിരിക്കും അവര് സമ്മതിച്ചത്. മോനെ, ഒരമ്മയെ പോലെ അവരെ ബഹുമാനിക്കണം. ശുഷ്കാന്തിയോടെ പഠിച്ച് മിടുക്കനായി വരണം. ഞാനിനി ജീവിച്ചിരിക്കില്ല ശൈലി. ഞാൻ ആത്മഹത്യ ചെയ്യും. അതാണോ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം? പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിന്റെ അപ്പുവേട്ടൻ വളരെ നല്ല ആളാണെന്നല്ലേ നീ പറഞ്ഞത്? നീ വിവരം എഴുതി അറിയിച്ചിട്ട് അയാളൊരു മറുപടി അയച്ചോ? അയാൾ ഇനി എന്നാണ് അമേരിക്കയിൽ നിന്ന് മടങ്ങി വരിക? 3 വർഷം നിനക്കത് മറച്ചു വെക്കാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്, പുരുഷന്മാരെ വിശ്വസിക്കരുതെന്ന്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുമായിരുന്നു. എന്റെ നിയന്ത്രണമില്ലായ്മ കൊണ്ടാണ് ശൈല ഇതെല്ലാം സംഭവിച്ചത്. നോ, അയാളുടെ കവിത കേട്ട് നീ മയങ്ങിയത് കൊണ്ട്, അയാൾ പറഞ്ഞത് നീ വിശ്വസിച്ചത് കൊണ്ട്. ഏതായാലും കരഞ്ഞുകൊണ്ടിരുന്ന ഇത് പരിഹരിക്കാൻ പറ്റില്ലല്ലോ. ഐ വിൽ ടേക്ക് യു ടു എ ലേഡി ഡോക്ടർ. എന്തിനെ? ഫോർ അബോർഷൻ. വാ വാ, കാരണന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇറങ്ങിക്കോ മോനെ. ഭഗവാനെ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ പുറകെ വിളിക്കുന്നത് അപശകുനമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ മോളെ? ഓഹോ, നീ അമ്പലത്തിൽ പോയി പ്രസാദം കൊണ്ടുവന്നതല്ലേ? എന്നാ അത് പറയണ്ടേ? അവൾ എങ്ങനെയാ പറയുന്ന അമ്മവ? അത് ശരിയാ. ആ കൊടു കൊടു. ഈശ്വര, മോനെ പോവാ. വാ, ദക്ഷിണ കൊടുക്കും മോനെ. ഇനി നമസ്കരിക്കേ. ദൈവം നല്ലത് വരുത്തട്ടെ. ഇരിക്കൂ. അപ്പോ ഞാനങ്ങോട്ട് പോയിക്കൊള്ളൂ. വരട്ടെ മോനെ. കൊച്ചമ്മേ, ഞാൻ എന്താ വിളിക്കേണ്ടേ? എന്നെ ആന്റിന്ന് വിളിച്ചാ മതി. ഈ 2 വീണ? അത് ഞാൻ പഠിച്ച വീണ. ഇത് എന്റെ ഗുരു എനിക്ക് സമ്മാനിച്ചത്. ഒന്ന് ചോദിച്ചോട്ടെ, ആന്റി എന്താ വളരെ കാലമായിട്ട് വീണ വായിക്കാറില്ലെന്ന് പറഞ്ഞത്? ആസ്വദിക്കാൻ ആളില്ലെങ്കിൽ സംഗീതം മുരടിച്ചു പോവും. സണ്ണിച്ചായന് സംഗീതത്തോട് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് വളരെ കാലമായി ഞാൻ വീണ വായിക്കാറേയില്ല. ആ, അതൊക്കെ എന്റെ സ്വന്തം കാര്യം. നമുക്ക് തുടങ്ങാം. മൃഗാശുപത്രി, കൃത്രിമ ഗർഭോത്പാദന കേന്ദ്രം. എടോ കൃത്രിമമേ, നീ എനിക്കിട്ട് പാര വെക്കാനാണല്ലോ വന്നത്. എന്നാലും എന്റെ ശങ്കരപ്പിള്ളേ, എന്നോട് ഇത് വേണ്ടായിരുന്നു. ഞാൻ ഈ പശുവിനെയും കൊണ്ട് തന്റെ വീട്ടിൽ വന്നതല്ലേ, തനിക്ക് പറ്റിയല്ലെന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്തോ ചെയ്യും? ഈ ചുറ്റുവട്ടത്ത് ഏറ്റവും അടുപ്പുള്ള താൻ കാല് മാറിയപ്പോ മറ്റുള്ളവരുടെ കാര്യം പറയണോ? എടോ, ഇത് ആദ്യത്തെ സ്റ്റെപ്പാ. അടുത്ത പടി വീട് വീടാന്തരം പീച്ചാങ്കോളിലും കൊണ്ടുപോയി നടത്തുവെന്നാ ഡോക്ടർ എലിക്കുളം പറഞ്ഞിരിക്കുന്നത്. എന്നെ കുളത്തിലിറക്കാനാണല്ലോ ഈ എലിക്കൂടെ വന്നിരിക്കുന്നത്. 6 മാസത്തിനകം ഈ നാട്ടിലുള്ള എല്ലാ പശുക്കളെയും അയാൾ കൃത്രിമിപ്പിക്കും. അവളെ വാ. കൃത്രിമം, നിന്റെ ഒടുക്കത്തൊരു കൃത്രിമം. ഞാൻ ശരിയാക്കി തരാടാ. എടാ എലിക്കുളം, നിന്നെ നെഞ്ചത്ത് ഞാൻ കുളം തോന്നടാ. നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. ഞാൻ താനാണോ ചാണകം വാരി എറിഞ്ഞത്? അതെ, ഞാനാ ചാണകം വാരി എറിഞ്ഞത്. ഒരു ഗവൺമെന്റ് ഡോക്ടർ മുഖത്താണ് ചാണകം വാരി എറിഞ്ഞതെന്ന് മനസ്സിലാക്കണം. തന്റെ മുഖം കണ്ട ഏതെങ്കിലും ഒരു പട്ടി പറയൂടോ താൻ ഡോക്ടറാണെന്ന്? പോട്ടെ, താൻ പറയോ? ഇല്ലെന്ന്. തന്നെ പോലീസിൽ ഏൽപ്പിക്കാൻ പോവാ. എന്നെ ചാണകം വാരി എറിഞ്ഞത് ആരാടോ ഇയാൾ? കാണാമത്തായി പശുവിനെ ചേർപ്പിക്കുന്ന ആളായിരിക്കും. അതെ. ഇയാൾ കുഴപ്പം വല്ലതും ഉണ്ടാക്കുവോ? സാർ അയാളെ ഒന്ന് വീട്ടിൽ പോയി കാണുന്നതാണ് നല്ലത്.
മോഡലിങ്ങിന് പോകരുതെന്ന് പറഞ്ഞാ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും സാർ? നിങ്ങൾക്ക് ജീവിക്കാനുള്ള വക ഞാൻ തന്നാ പോരെ? മിസ്റ്റർ സണ്ണി, നിങ്ങൾ എത്ര കാലത്തേക്ക് തരും? മരണം വരെ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഗതി എന്തായിരിക്കും? തെരുവില്, അല്ലാതെ എന്തോട്ടാ? മിസ്റ്റർ സണ്ണി, മോഡലിങ്ങിന് പോയാലേ ഞങ്ങക്ക് ജീവിക്കാൻ ഒക്കൂ. ആദ്യമായി വേണ്ടത് സ്വന്തമായിട്ടൊരു കൊച്ചു വീടാ. ഈ വലിയ വീടായ കുഴപ്പമുണ്ടോ? ഈ വീടോ? ഞങ്ങക്കോ? സാർ എന്തായി പറയുന്നത്? മനസ്സിലായില്ലേ രജനി? നിയമപരമായി എനിക്കിതിന്റെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ബട്ട് ഐ പ്രോമിസ് ദാറ്റ് ഐ വിൽ കീപ് യു ആസ് മൈ വൈഫ് ടിൽ മൈ ഡെത്ത്. അതിന്റെ ആദ്യപടിയായി ഈ വീട് ഞാൻ നിന്റെ പേർക്ക് എഴുതി തരുന്നു. സാർ ഒന്നുകൂടി ആലോചിച്ചിട്ട് വീട് എഴുതി കൊടുത്താൽ പോരെ? നോ, ഇറ്റ്സ് മൈ ഫൈനൽ ഡിസിഷൻ. സാറ് വിചാരിക്കുന്ന പോലെ എന്നും അവർ സാറിന്റെ കൂടെ നിൽക്കൂ? തീർച്ചയായും. നൗ ഷീ ഈസ് മോർ ദൻ എ വൈഫ് ഫോർ മീ. ഞാനിന്ന് നാട്ടിൽ പോവാണ്. തിങ്കളാഴ്ച മടങ്ങി വരുമ്പോൾ വീട് രജിസ്റ്റർ ചെയ്യത്തക്ക വിധം ഡോക്യുമെന്റ്സ് തയ്യാറാക്കി വെച്ചേക്കണം. ഈ രണ്ട് രാഗങ്ങൾക്കും തമ്മിൽ 3 സ്വരങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. ശരി, ഇന്നിനി നമുക്ക് നിർത്താം. ശരി. തന്റെ പേര് വിഷ്ണു. ഓ, എങ്ങനെയുണ്ട് തന്റെ വീണപടുത്തമൊക്കെ? ആന്റി വളരെ ബുദ്ധിമുട്ടി പഠിപ്പിക്കുന്നുണ്ട്. ഗുഡ്, വെരി ഗുഡ്. എന്റെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോ ഞാനങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ? ഓ, ആയിക്കോട്ടെ. ഏതായാലും നിനക്ക് സമയം കൊല്ലാൻ നല്ലൊരു വഴിയായി. വിഷ്ണുവിന് നല്ല സംഗീതവാസനയുണ്ട്. ശരിക്കു പഠിച്ചാൽ നല്ല നില വരുമെന്നാ എനിക്ക് തോന്നുന്നത്. സംഗീതം പഠിച്ചിട്ട് എന്തോ ചെയ്യാനാ? അവന്റെ കാര്യം പോക്കാ. നമുക്ക് പിന്നെ സംഗീതം എന്ന് കേട്ടാ പണ്ടേ കൈപ്പല്ലേ. ഹെരി, ലോകത്തെ ഏറ്റവും വലിയ സംഗീതജ്ഞനായ ബീഥോവൻ പൊട്ടനായിരുന്നു. അതുകൊണ്ട് അയാൾ പാട്ട് കേട്ടിട്ടില്ല. കേട്ടിരുന്നെങ്കിൽ ജമ്മത്ത് അയാൾ പാടില്ലായിരുന്നു. മതി മതി. പിന്നെ മോന്റെ എടുത്തു വന്നിട്ടുണ്ട്. എവിടെ? എന്താ വിശേഷം? ആദിവാസികൾക്ക് കുടിൽ കെട്ടി കൊടുക്കാൻ 5000 രൂപ സംഭാവന അയച്ചു കൊടുക്കണമെന്ന്. ഒരു നല്ല കാര്യത്തിനല്ലേ? അതിന് പണം വേണ്ടേ? പണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നെട്ടോട്ട് ഓടുന്നതിനെ പറ്റി ഈ കത്തനാർക്ക് വല്ലതും അറിയാമോ? നിങ്ങൾ എന്താ മനുഷ്യന്റെ കാലത്ത് ഈ കുന്തം വിഴുങ്ങിയ പോലെ കുത്തിയിരിക്കുന്നേ? കുന്തം വിഴിഞ്ഞ ഇങ്ങനെ ഇരിക്കേ. എന്റെ വായനൊന്നും കേട്ടോണ്ടല്ലോ. നീലാണ്ടനെ കൊണ്ട് പോകുന്നില്ലേ? എന്തിന്? നാട്ടിലുള്ള പശുക്കളെ മുഴുവൻ വീടുകൾ തോറും കയറി ഇറങ്ങി ആ കാലമാടൻ ഡോക്ടറെ കൃത്രിമിച്ചടി. ഇനിയിപ്പോ എന്തോ ചെയ്യും? എന്ത് ചെയ്യാനാ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ മത്തായിച്ചൻ. എന്നെ മനസ്സിലായില്ലേ? ഡോക്ടർ എലിക്കുളം. ഞാൻ മത്തായിച്ചനോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങളെ പിണക്കിയിട്ട് എനിക്കിവിടെ ജീവിക്കാൻ ഒക്കുവോ? അതുകൊണ്ട് നമ്മൾ തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ കഴിയുന്നതല്ലേ നല്ലത്. അയ്യോ, ഒരാൾ ആദ്യമായിട്ട് വന്നിട്ട് നീ നോക്കി നിൽക്ക. ശരി, ചായ എടുത്തിട്ട് വാ. അയ്യോ, ഒന്നും വന്നേ. എന്താ ഡോക്ടറെ? വാ, നമ്മളൊക്കെ ഇനി ജ്യേഷ്ഠാനുജന്മാരെ പോലെ ജീവിക്കുന്ന ആൾക്കാരല്ലേ. ഇരിക്കി. ഡീ, ആ ചുവന്ന പാട്ടയില് ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടാ. ഒന്നും എടുക്കണ്ട. അതിന്റെ അപ്പുറത്ത് തന്നെ മറ്റേ പാട്ടയില് അച്ചപ്പണ്ട് എല്ലാം എടുത്തിട്ട് വാ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഒരു മിനിറ്റ് അല്ലേ വേണ്ടു. നല്ല മനുഷ്യനാണല്ലോ ഇയാള്. അയ്യോ, പാവപ്പെട്ട തങ്കം പോലത്തെ മനുഷ്യനാണല്ലോ ഞാൻ ഇതുവരെ സംശയിച്ചേ. പാവം. സഹവാസം കാളയുടെ കൂടെ ആണെങ്കിലും മനസ്സ് മനുഷ്യന്റെ തന്നെ. പാവം, പഠിപ്പില്ലാഞ്ഞിട്ടായിരിക്കും. ഇല മുറിച്ച് പലഹാരൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാനുണ്ട്. വെട്ടുകത്തിയാ? വെട്ടുകത്തി അവനെ കൊല്ലാൻ. ഇവന്റെ കഴുത്ത് വെട്ടി ഞാൻ ഈ പറമ്പിൽ കുഴിച്ചിട്ടില്ലെങ്കിൽ കൊല്ലടാ. എന്നെ
പിള്ളേച്ച അവനെ ഞാൻ ഇന്ന് തട്ടും. എന്തിന്? എന്റെ വൈദ്യുതി മുട്ടിച്ചില്ലേ? ആശുപത്രി വരുന്ന പശുക്കൾ അവൻ കൃത്രിമിച്ചോട്ടെ. ഇത് വീടുകൾ തോറും നടന്ന് കൃത്രിമിക്കല്ലേ? അതിന് അയാളെ വെട്ടിക്കൊന്നാ പറ്റുമോ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? പറഞ്ഞുതരാം. അയാളെ തീർക്കാൻ ഒരു പണി ചെയ്യണം. അതെന്ത് പണിയാ? കോഴിമുട്ടയില് ഒരു ചിണുക്ക് വേല, പക്ഷെ ഒരിത്തിരി ചെലവുണ്ട്. എന്ത് ചെലവ് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ പിള്ളേച്ചെന്നെ രക്ഷിക്കണം. ഏറ്റിരിക്കുന്നു. ഞാൻ തനിക്കൊരു മുട്ട തരാം, മന്ത്രിപ്പിച്ച് അത് 7:30 വെളുപ്പിന് കുളിച്ച് ഈറനോടുകൂടി ഡോക്ടറുടെ വീടിന്റെ പടിക്ക് വന്ന് ഒരു കുഴി കുഴിച്ച് മുട്ട അതിൽ വെച്ച് മണ്ണിട്ട് മൂടണം. കിടന്നു പോകും. പക്ഷെ ഒരു കാര്യം, തിരികെ വരുന്നത് വരെ കമാന്നൊരക്ഷരം മിണ്ടരുത്. അങ്ങനെ മിണ്ടിയ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? തന്റെ തലയുണ്ടല്ലോ, അമിട്ട് പൊട്ടുന്നത് പോലെ പൊട്ടിത്തെറിച്ചു പോകും. ഒന്നുമില്ല. ആ മുട്ട ഒന്ന് വേഗം ഏർപ്പാടാക്കി തരുമോ? തരാം, തരും. നല്ല ആളാ. വേഴാമ്പലിനെ പോലെ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസങ്ങളായിന്നറിയോ? സണ്ണിച്ചയ പ്ലീസ്, സണ്ണിച്ചയ. ഞാനൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ നിനക്ക്? സണ്ണിച്ചയ, പണം മാത്രം ഉണ്ടാക്കിയാ മതിയോ? ഭാര്യ എന്നൊരുത്തി ഇവിടെ കാത്തിരിക്കുന്ന കാര്യം കൂടി ഓർക്കണ്ടേ? സണ്ണിച്ചയ പ്ലീസ്. ഇതൊരു ശല്യമായല്ലോ. ഇവിടെ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ലെങ്കിൽ ഞാൻ അപ്പുറത്ത് പോയി കിടന്നോളാം. ആ കുഞ്ഞ് വീണ പഠിക്കാൻ വന്നതായിരിക്കും. അതെ. കൊച്ചമ്മ മോളി കുളിച്ചോണ്ടിരിക്കുക, ഇപ്പൊ വരും. ആ ആ പിന്നെ ഫോൺ വല്ലതും വന്ന എടുത്തോണേ. അത് വക്കീൽ സാറ്. അദ്ദേഹത്തിന്റെ വരവും പോക്കും ഒക്കെ മിന്നായം പോലെ അല്ലേ? കാലത്തെ വിമാനത്തിന് മദ്രാസിന് പോയി. ആന്റി, 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 ആന്റി. ആന്റി,
താൻ എന്താണോ കാണിക്കുന്നത്? ഇപ്പൊ പൊട്ടുടാ നിന്റെ തല. അമിട്ട് പൊട്ടുന്നത് പോലെ പൊട്ടി തെറിക്കും. എന്താ ഇത് പൊട്ടാത്ത?